നിയോഗത്താലി ഭാഗം 46. മനുവേട്ടാ! സച്ചു ഭൂമിക്കിടങ്ങുമാർ അവനെ വിളിച്ചുകൊണ്ട് വെപ്രാളത്തോടെ കണ്ണു തുറന്നു. ഓഹ്, ഇന്നുണ്ടോ? മര്യാദയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടോ കഴുതേ നീ? എൻ്റെ കൊച്ചു നിൻ്റെ വയറ്റിലായിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നിലവിളിച്ചതിന് നീ വാങ്ങിച്ചേനെ എൻ്റെ കയ്യിൽ നിന്ന്. ഒരു ടവൽ എടുത്തുകൊണ്ട് മുടിയിൽ ജെല്ലൊക്കെ തേച്ച് മുടി സെറ്റ് ചെയ്യുന്ന മനു ബെഡിൽ കിടന്ന് അലറുന്നവളെ നോക്കി പല്ല് കടിച്ചു. അവൻ്റെ ദേഷ്യപ്പെട്ടുള്ള സംസാരം കേട്ടതോടെ സച്ചുവിൻ്റെ അതുവരെ കണ്ട സ്വപ്നമൊക്കെ ആവിയായിപ്പോയി. അത് പിന്നെ ഞാനൊരു കുഞ്ഞു സ്വപ്നം കണ്ടതല്ലേ, അല്ലാതെ വെറുതെ ആരെങ്കിലും നിലവിളിക്കോ? കെറുവോടെ പറഞ്ഞുകൊണ്ട് ചെരിഞ്ഞു കിടന്നുകൊണ്ട് പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അത് കേൾക്കെ കയ്യിൽ പറ്റിയ ജെൽ ഉടുത്ത ടവലിൽ തുടച്ചുകൊണ്ട് മനു അവളുടെ അടുത്തേക്ക് വന്ന് സൂക്ഷിച്ചവളെ നോക്കി. സോറി, ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നോളാം. മനുവിൻ്റെ കണ്ണുരുട്ടിയുള്ള നോട്ടം കാണെ ചുണ്ടു ചുളുക്കി അവൾ. അന്ന് ഞാൻ മരിക്കാതിൽ നിനക്ക് നല്ല സങ്കടമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഇടവിട്ടൊരേ സ്വപ്നം കാണുമോ? നിൻ്റെ ആഗ്രഹമല്ലേടി നീ എന്നും ഇങ്ങനെ കാണുന്നേ? കണ്ണുരുട്ടുന്ന മനുവിൻ്റെ കണ്ണിൽ നിറയുന്ന കുറുമ്പ് അവൻ മറച്ചു പിടിച്ചു. സച്ചു രൂക്ഷമായി അവനെ ഒന്ന് നോക്കിയ ശേഷം കനത്ത മുഖം തിരിച്ചിരുന്നു. ദേഷ്യഭാവം കാണെ മനു അവളുടെ അടുത്തേക്കിരുന്നു, അവളെ ഒന്നുകൂടെ ചൂടാക്കാമെന്ന ഉദ്ദേശത്തോടെ. ഇതെന്തായിരുന്നു എൻ്റെ? ഞാൻ മരിച്ചതിന് കാരണം നീയാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ നിന്നെ തല്ലിക്കൊല്ലുന്നതാണോ, അതോ നീ സ്വയം ചാവുന്നതോ? പറയടി സച്ചൂട്ടി. ഒന്നും മിണ്ടാത്തവളെ തോണ്ടി വിളിച്ചവൻ. അല്ല, എനിക്ക് ഭ്രാന്തിളകുന്നത്. കളിയാക്കുന്നവനെ നോക്കി രൂക്ഷമായി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളെ അതിനനുവദിക്കാതെ അവൻ മുറുക്കെ പിടിച്ചു. ഓ, എന്നിട്ട് ഞാൻ ചാവാഞ്ഞിട്ട് നിനക്ക് ഭ്രാന്ത് തന്നെയാണല്ലോടി. വീർത്തു വരുന്ന അവളുടെ കവിളിൽ വിരൽ കൊണ്ട് കുത്തിയവൻ. അതേ നിമിഷം തന്നെ തിരിഞ്ഞിരുന്ന് സച്ചു അവളുടെ നഖം അവൻ്റെ പുറത്ത് അമർത്തി ചിത്രം വരച്ചു. അയ്യോ, ഉഫ് ഉഫ്, എൻ്റെ അമ്മേ, വിടടി പോറല്ലടി അവിടെ, വിടടി. നല്ല മോളല്ലേ, നിൻ്റെ മനുവേട്ടനല്ലേ, ചെയ്യല്ലടി പൊന്നെ. ഇന്നലെ രാത്രി നീ മാന്തി പൊളിച്ചെടുത്ത് തന്നെ മാന്താതടി പൊന്നെ. മനു തുള്ളിക്കൊണ്ട് അവളിൽ നിന്ന് പിടിവിട്ട് ചാടി എഴുന്നേറ്റു. സഹിച്ചോ? ഇന്നലെ ഞാൻ പറഞ്ഞോ എൻ്റെ അടുത്ത് കുഞ്ചിക്കൊണ്ടുവരെ? സച്ചു അവനെ കണ്ണുരുട്ടി നോക്കി. സച്ചുവിൻ്റെ മുഖം കൂടുതൽ വീർത്തു വന്നു. അല്പം വീർത്ത വയറിൽ താങ്ങിക്കൊണ്ടവൾ എഴുന്നേറ്റ് അവനെ മറികടന്നു നടക്കവേ മനു അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് സച്ചുവിൻ്റെ കമിളിൽ അമർത്തി ചുംബിച്ചു. അതോടെ അതുവരെ ഉണ്ടായ പരിഭവമൊക്കെ പോയി സച്ചുവിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. മനു അവളുടെ ഷോൾഡറിൽ താടി കുത്തിക്കൊണ്ട് അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. ഇന്നലെ ഏട്ടൻ്റെ കൺട്രോൾ പോയതല്ലേടി മോളെ. എത്ര നാളെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്. നീയും ഞാനും റെസ്റ്റിൽ. നിന്നെ നോക്കി നോക്കി വെള്ളം ഇറക്കി എൻ്റെ തൊണ്ടയിലെ വെള്ളം പോലും വറ്റിപ്പോയി. ഡോക്ടർ ഇന്നലെ ഇനി ഒന്നിനും പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആക്രാന്തമായിപ്പോയിടി മോളെ. എൻ്റെ കുഞ്ഞോൾക്ക് എന്തേലും ബുദ്ധിമുട്ട് തോന്നിയോ? മനു അവൻ്റെ ഇരു കൈയും മുന്നിലേക്ക് നീട്ടി അവളുടെ വീർത്ത ഉദരത്തെ തഴുകിക്കൊണ്ട് ചോദിച്ചു. സച്ചുവിൽ നാണത്തിനപ്പുറം അവനോടുള്ള പ്രണയം നിറഞ്ഞു. അച്ഛൻ്റെ കുഞ്ഞോള് അച്ഛനേക്കാളും സ്ട്രോങ്ങാ. അവളത് അന്നേ തെളിയിച്ചതല്ലേ. അവൾക്കേ അവളുടെ അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മനുവിൻ്റെ കൈകൾക്ക് മേലെ സച്ചു അവളുടെ കരം ചേർത്ത് വെച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് പുറംതല മുട്ടിച്ചു. ഏറെ നേരം അവരെങ്ങനെ നിന്നു അവരുടെ ലോകത്ത്. 5 മാസം മുൻപ് നടന്നതൊക്കെ ഇരുവരുടെയും മനസ്സിലൂടെ കടന്നുപോയി. പോലീസുകാരുടെ പിടിയിൽ നിന്നും കുതറിയോടിയ അനിൽ അവൻ്റെ സോക്സിനിടയിൽ തിരുകി വെച്ച ഗണ്ണെടുത്ത് മനുവിനെ ഷൂട്ട് ചെയ്യുന്നതും രക്തത്താൽ കുളിച്ചു കിടക്കുന്ന മനുവിനെ കണ്ട് ബോധം പോയ സച്ചുവിനെയും കാണെ എല്ലാവരും പകച്ചുപോയെങ്കിലും കിരണും ആൽഫിയും മിഥുനും ചേർന്ന് രണ്ടുപേരെയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മേഘ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ആൽഫി അവിടെ എത്തും മുൻപേ അവളെ വിളിച്ച് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിരുന്നു. മനുവിൻ്റെ നെഞ്ചിൽ തറഞ്ഞു കയറിയ ബുള്ളറ്റ് റിമൂവ് ചെയ്തെങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് അല്പം ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. സച്ചുവിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ചെറുതായി ബ്ലീഡിങ് വന്നിരുന്നെങ്കിലും അമ്മയും കുഞ്ഞും സേഫായിരുന്നു. പക്ഷേ മനുവിൻ്റെ അവസ്ഥ അറിഞ്ഞതു മുതൽ സച്ചു ആകെ താളം തെറ്റിയ പോലെയായി. വിശപ്പോ ദാഹമോ ഒന്നും അറിഞ്ഞില്ല അവൾ.
എന്തിന്, ഉള്ളിൽ കിടക്കുന്ന കുരുന്നു ജീവനെ പോലും ഓർക്കാനാവാത്ത വിധം അവൾ തകർന്നുപോയി. സച്ചുവിൻ്റെയും മനുവിൻ്റെയും വീട്ടുകാർ ഒരുപോലെ രണ്ടു മക്കൾക്കും വേണ്ടി പ്രാർത്ഥനയോടെ കാവലിരുന്നു. മനുവിനെ 2 ആഴ്ചയ്ക്ക് ശേഷം ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. അവനെ നേരിട്ട് കണ്ട ശേഷമാണ് സച്ചു പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. വീണ്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞ ശേഷം മനുവിനെ ഡിസ്ചാർജ് ചെയ്തു. 2 പേർക്കും റെസ്റ്റ് പറഞ്ഞതിനാൽ ഇരുവരെയും തൃശ്ശൂരിലുള്ള മനുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉഷയ്ക്ക് തനിച്ച് 2 പേരെയും നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ 2 മാസത്തോളം കനകയും അവിടെ തങ്ങി. സച്ചുവും കനകയും ഒരുമിച്ചായിരുന്നു കിടത്തമൊക്കെ. മനുവിൻ്റെ കൂടെ ശിവശങ്കരനും. ഇടയ്ക്ക് കിരണും ആൽഫിയും മിഥുനും വന്ന് താമസിക്കും. അന്നേ ദിവസം അവരായിരിക്കും കൂടെ. അരവിന്ദനും വിച്ചുവും വീക്കെൻഡ് വന്ന് ഒരു ദിവസം അവിടെ താമസിച്ച് മടങ്ങും. ചേച്ചിയെയും ചേട്ടനെയും കാണുക എന്നതിനപ്പുറം വിച്ചുവിൻ്റെ വരവിന് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അവസാനം അവൾ ആ ലക്ഷ്യം നേടിയെടുത്തു. മിഥുനിനെ കൊണ്ട് തന്നെ അവളെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു. ഇടയ്ക്കൊരു ദിവസം മനുവിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന യദുവും തീർത്ഥയും ലച്ചുമ്മയും മനുവിനെയും സച്ചുവിനെയും കാണാൻ മേലെപ്പാട്ട് വന്നു. ഒരു ദിവസം അവിടെ താമസിച്ചാണ് അവർ മടങ്ങിയത്. മനുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ലച്ചുമ്മയ്ക്കാണ് ഏറ്റവും സങ്കടം. അതുപോലെ കോളേജിലെ സ്റ്റാഫ്സും കൂടെ പഠിച്ചവരുമൊക്കെ അവരെ കാണാൻ വന്നു. അന്നത്തെ ഇൻസിഡൻറ്റോടെ സച്ചുവിൻ്റെ ഭർത്താവാണ് മനു എന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു. സാലി സാറും കാണാൻ വന്നിരുന്നു. സാറ് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണെന്ന് ആ സമയത്ത് അവരോട് പറഞ്ഞു. മിക്കപ്പോഴും ഇരുവരെയും കാണാൻ ആരെങ്കിലുമൊക്കെ വരുന്നത് കൊണ്ട് ദിവസങ്ങൾ മുഷിപ്പില്ലാതെ കടന്നുപോയി. മനുവിനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ മാത്രം കിരൺ കോളേജിലേക്ക് കൊണ്ടുപോയി. ആ ദിവസങ്ങളിൽ അവർ എറണാകുളത്തെ ഫ്ലാറ്റിലാണ് താമസിച്ചത്. 2 മാസങ്ങൾക്ക് ശേഷം കനക പോയപ്പോൾ സച്ചു മനുവിൻ്റെ റൂമിലേക്ക് കിടത്തം മാറ്റി. സച്ചു മിക്ക ദിവസങ്ങളിലും മനുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നത് സ്വപ്നം കാണുന്നത് പതിവായി തുടങ്ങിയതോടെ മനു അവളുടെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി കൗൺസിലിങ്ങും മെഡിറ്റേഷനും ഒക്കെ നടത്തി. അതിൻ്റെ ഫലമായി അത്തരം സ്വപ്നങ്ങൾ കാണുന്ന ഇടവേളകൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ആദ്യമൊക്കെ സ്വപ്നം കണ്ട് പേടിച്ച് കരയുന്നവളെ അവൻ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിനൊപ്പം വഴക്കും കളിയാക്കലും കൂടി ഇടം പിടിച്ചിട്ടുണ്ട്. അതിനിടയിൽ പോലീസ് അനിലിനെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. 3 കൊലപാതക ശ്രമം, സ്ത്രീപീഡനം, ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വയ്ക്കൽ, അതിൻ്റെ ദുരുപയോഗം, ഡ്രഗ് സപ്ലൈ, അങ്ങനെ എല്ലാം ചേർത്ത് എടുത്താൽ പൊങ്ങാതെ സെക്ഷനുണ്ട് അയാളുടെ മേലെ. ഇപ്പോൾ വിചാരണ തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോകുന്നവരുടെയും വരുന്നവരുടെയും അടിയും ഇടിയും കൊണ്ട് ജീവിച്ചു പോന്നു. ഇന്നലെയായിരുന്നു മനുവിൻ്റെ ലാസ്റ്റ് ചെക്കപ്പ്. കൂടെ സച്ചുവിനും ചെക്കപ്പ് ഉണ്ടായിരുന്നു, 6-ാം മാസത്തെ. ഇന്നലത്തോടെ മനുവിൻ്റെ കൂട്ടിലിട്ട ജീവിതം അവസാനിച്ചു. ഇന്നലെ ഡോക്ടർ ആള് ഫുള്ളി ഹെൽത്തി ആണെന്ന് പറഞ്ഞതിൻ്റെ ആവേശമാണ് രാത്രി അവൻ തീർത്തത്. അങ്ങനെ മേൽപ്പത്തൂര് സൂചിപ്പിച്ച വലിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ അവരിപ്പോൾ നീന്തി കടന്നിരിക്കുന്നു. ഇങ്ങനെ നിന്നാൽ മതിയോ? പോണ്ടേ നമുക്ക്? മനു സച്ചുവിനെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. പോണം. പോയില്ലേ പിന്നെ മൈഥിലി പിണങ്ങി കളയും. ഇന്നലെ കൂടി കല്യാണത്തിന് വരണമെന്ന് വിളിച്ചു പറഞ്ഞതാ. ഞാൻ വേഗം പോയി ഫ്രഷായി വരാം. അവരൊക്കെ വരുന്നുണ്ടോ? സച്ചു അവനിൽ നിന്ന് അടർന്നുകൊണ്ട് അലമാര തുറന്നു സാരി എടുത്തു ബെഡിൽ വെച്ചു. മിഥുനും ആൽഫിയും അവിടെ എത്തിക്കോളാമെന്നാ പറഞ്ഞ്. കിരൺ പിന്നെ ഇന്നലെ മുതലേ ആങ്ങള ചമഞ്ഞ് ആ മോഹിത്തിൻ്റെ കൂടെ കലവറ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കല്ലേ. അവനവിടെ തന്നെ ഉണ്ടാവും. മൈഥിലി പിന്നെ ഇപ്പം എല്ലാം ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് സങ്കടം തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കല്യാണം ഒരു സങ്കട കാഴ്ചയായേനെ. ആർക്ക്? സച്ചു കണ്ണു കൂർപ്പിച്ചു. എൻ്റെ കുശുമ്പീ, എനിക്കല്ല, നമുക്ക് 2 ആൾക്കും. അവളെ നോക്കി ഒന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞ് ബെഡിലേക്ക് നോക്കുമ്പോഴാണ് അവൻ്റെ കണ്ണുകൾ അവിടെ വെച്ച സാരിയിലൊടുക്കിയത്. സാരി വേണ്ട. കുശുമ്പ് നിറഞ്ഞ ശബ്ദം. കുശുമ്പൻ, സച്ചു ചിരിയോടെ പറഞ്ഞു. കല്യാണത്തിന് സാരി ഉടുത്തിൽ ഒരു ഭംഗി ഉണ്ടാവില്ല.
സച്ചു അവനെ പരിഭവത്തോടെ നോക്കി. തൽക്കാലം ചൂരിദാറിട്ട ഭംഗി മതി. സാരി ഉടുത്തിട്ട് വേണം അവിടെ ഇവിടെയും തട്ടിത്തടഞ്ഞു വീഴാൻ. എൻ്റെ കുഞ്ഞോൾ അവിടെ സമാധാനത്തോടെ കിടന്നോട്ടടി, കണ്ണുരുട്ടി പറഞ്ഞവൻ. മനു അലമാര തുറന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ഗ്രേപ്പ് കളർ നെക്ക് വർക്ക് ചുരിദാർ എടുത്ത് സച്ചുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് മതി. സച്ചു കയ്യിലേക്കും ചുരിദാറിലേക്കും മനുവിലേക്കും മിഴികൾ പായിച്ചു. സച്ചുവിൻ്റെ കവിളുകൾ വീർത്തു വന്നു. എനിക്ക് ആ സാരി മതി. കിരണേട്ടൻ കല്യാണത്തിനൊടുക്കം എനിക്ക് സ്പെഷ്യലായി വാങ്ങി തന്നതാ. പ്ലീസ്, ഞാനത് ഉടുത്തോട്ടെ, പ്ലീസ് പ്ലീസ്. സച്ചു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോൾ ചുണ്ടു പിളർത്തി വിതുമ്പി തുടങ്ങി. ഇപ്പോൾ ആൾക്ക് മൂഡ് സ്വിങ് എപ്പോഴാ വരിക എന്ന് പറയാൻ വയ്യ. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് കിട്ടുക. മനു അത് കാണെ ആകെ പെട്ട പോലെയായി. അവൻ്റെ കല്യാണമല്ലേ, പെങ്ങൾക്ക് സാരിയൊക്കെ വാങ്ങിക്കൊടുത്ത് ആഘോഷിക്കുന്നത്. തെണ്ടി. കിരണിനെ മനു നന്നായി ഒന്ന് മനസ്സിൽ സ്മരിച്ചു. എന്തേലും ഉടുക്ക്, അതിനെ ചൊല്ലി എന്ത് പ്രശ്നം വന്നാലും എന്നോട് പറയാൻ നിൽക്കരുത്. മനു ഇഷ്ടക്കേടോടെ സമ്മതം മൂളെ സച്ചുവിൻ്റെ മുഖം തെളിഞ്ഞു. ഒന്നും പറ്റൂല, ഞാൻ സൂക്ഷിച്ചോളാം. അതിയായ സന്തോഷത്തോടെ സച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മനുവിൻ്റെ അടുത്തേക്ക് പോയി ആ കവിളിൽ അമർത്തി മുത്തി. താങ്ക്സ്. ചിരിയോടെ പറഞ്ഞ ശേഷം അവൾ സ്കേർട്ടും ബ്ലൗസും കയ്യിലെടുത്ത് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി. അതുവരെ അവളെ നോക്കി ഏറെ പിടിച്ചിരുന്നവൻ ഒരു ചിരിയോടെ എടുത്തു വെച്ച അവൻ്റെ ടീഷർട്ടും ജീൻസും അലമാരയിലേക്ക് വെച്ച് അവളുടെ സാരിക്ക് മാച്ചായ അതേ കളർ ഷർട്ടും മുണ്ടും എടുത്തു വെച്ചു. സച്ചുവും മനുവും മൈഥിലിയുടെ വീട്ടിലെത്തുമ്പോഴേക്കും 11 മണിയായി. കുഞ്ഞു വയറൊക്കെ മറച്ച് റോയൽ ബ്ലൂ കളർ പട്ടുസാരി ചുറ്റി കാതിൽ വലിയ ജുമുക്കിയും കഴുത്തിൽ ലക്ഷ്മി ഡിസൈൻഡ് നെക്ലേസും ഒക്കെ ഇട്ട് മുടിയിൽ മുല്ലപ്പൂ ചൂടി വന്ന സച്ചുവിനെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കവിളൊക്കെ ഇപ്പോൾ ഒന്നുകൂടെ തുടുത്തിട്ടുണ്ട്. മനുവും അതേ കളർ ഷർട്ടും മുണ്ടുമാണ്. ആളുകളെ കൊണ്ട് പന്തലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മനു സച്ചുവിനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. അവിടെ ദക്ഷിണ കൊടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ മരിച്ചുപോയ മൈഥിലിയെ പൊന്നുപോലെ നോക്കി വളർത്തിയത് അവളുടെ ഏട്ടന്മാരാണ്. മൂന്നാങ്ങളമാരുടെ ഒരൊറ്റ പെങ്ങൾ. ഏട്ടന്മാർക്കൊക്കെ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മൈഥിലി സച്ചുവിനെയും മനുവിനെയും കാണുന്നത്. ആഭരണങ്ങളിലും പട്ടിലും തിളങ്ങി അവളെ ഇന്ന് കാണാൻ ഒരു രാജകുമാരിയെപ്പോലുണ്ട്. കിരണിൻ്റെ വലിയ നഷ്ടമാണ് അവളെന്ന് തോന്നി മനുവിന്. മൈഥിലി ചിരിയോടെ ഇരുവരുടെയും അടുത്തേക്ക് വന്നു. നിറഞ്ഞുള്ള ചിരി എല്ലാവർക്കും നൽകുമ്പോഴും അവളുടെ കണ്ണിനുള്ളിൽ മറച്ചിരിക്കുന്ന സങ്കടം മനുവിനും സച്ചുവിനും വ്യക്തമായി. പക്ഷേ ഒന്നും ചെയ്യാനാവില്ലാലോ. സച്ചു ഒരു നിശ്വാസത്തോടെ ഹാൻഡ് ബാഗ് തുറന്ന് അവൾക്കായി വാങ്ങിയ വള കയ്യിലെടുത്ത് മൈഥിലിയുടെ കയ്യിൽ അണിഞ്ഞുകൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു സച്ചുവേച്ചി, മൈഥിലി ആത്മാർത്ഥമായി പറഞ്ഞു. അവർക്കിടയിൽ സ്റ്റുഡൻറ് ടീച്ചർ എന്നതിനപ്പുറം സൗഹൃദം വളർന്നിട്ടുണ്ട്. സച്ചുവിന് അവളിപ്പോൾ വിച്ചുവോളം പ്രിയപ്പെട്ടതാണ്. വേണല്ലോ, ഇതെൻ്റെ കുഞ്ഞെത്തിക്ക് ചേച്ചിയുടെ സമ്മാനമാ. അപ്പോൾ ഇത് വേണ്ടെന്ന് പറയരുത് കേട്ടോ. മൈഥിലിയുടെ കവിളിൽ കൈവച്ചു സച്ചു. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കരുത്. ഈശ്വരൻ ഈ ജന്മം നമുക്ക് ഇണയായി ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അതേ നമുക്ക് ലഭിക്കൂ. പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി മാറിക്കൊള്ളണം. ബി സ്ട്രോങ് ആൻഡ് ഹാപ്പി. എത്ര ഒളിപ്പിച്ചിട്ടും കലങ്ങുന്ന മൈഥിലിയുടെ കണ്ണുകൾ കാണെ മനു അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. സങ്കടമുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാട്ടാതെ അവൾ ഇരുവരെയും നോക്കി തലയാട്ടി. മനുവിന് ആ നിമിഷം കിരണിനോട് വല്ലാതൊരു ദേഷ്യമുള്ളിൽ തോന്നിപ്പോയി. സച്ചുവിനെയും മൈഥിലിയെയും കണ്ട് മോഹിത് ആ തിരക്കിനിടയിലും അവരുടെ അടുത്തേക്ക് വന്നു. മനു വേഗം തന്നെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം കടിച്ചമർത്തി ഒരു ചിരിയെടുത്തണിഞ്ഞു. നല്ല ആൾക്കാരാ, ഇപ്പോഴാണോ രണ്ടുപേരും വരുന്നത്? കിരൺ കുറേ സമയം നിങ്ങളെ നോക്കി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ആകെ മുഷിഞ്ഞെന്ന് പറഞ്ഞ് ആളിപ്പോൾ ഡ്രസ്സ് മാറാൻ മുകളിൽ കയറിയതേയുള്ളൂ. മുകളിലെ 2ാമത്തെ ബെഡ്റൂമിൽ അവനുണ്ടാകും. മനുവിന് കൈ കൊടുത്തുകൊണ്ട് മോഹിത്ത് പറഞ്ഞു. നല്ല തിരക്കല്ലേ ഉള്ളിൽ, അവൻ മാറ്റിയിട്ട് വരട്ടെ, ഞങ്ങൾ പുറത്തുണ്ടാവും. ആൽഫിയും ഇതിനൊക്കെ എത്തി, അവന്മാർ വിളിക്കുന്നുണ്ട്. മനു സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു പന്തലിലേക്ക് ഇറങ്ങാനൊരുങ്ങിക്കൊണ്ട് മോഹിത്തിനോട് പറഞ്ഞു.
ഏയ് സൗപർണിക പോവല്ലോ, മൈഥിലിയെ മണ്ഡപത്തിലേക്ക് ഇറക്കാൻ സമയമായി, താനും വേണം അവളുടെ കൂടെ. മോഹിത്ത് പറയുന്നത് കേൾക്കെ മനു പല്ല് ഞെരിച്ചു. എന്തുകൊണ്ടോ മോഹിത്തിനെയും ഈ വിവാഹത്തെയും ഒന്നും മനുവിന് മനസ്സാൽ ഉൾക്കൊള്ളാനാവുന്നില്ല. അട്രാക്ഷൻ എന്ന് എല്ലാവരോടും പറഞ്ഞെങ്കിലും ഒരിക്കൽ ഹൃദയത്തിൽ ഏതോ ഒരു കോണിൽ പതിഞ്ഞൊരു കുഞ്ഞു മുഖമാണ് മൈഥിലി. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും വിഷമവും ഒക്കെ ചെറുതല്ലാത്ത രീതിയിൽ അവനെയും വിഷമിപ്പിക്കുന്നുണ്ട്. താൻ ജീവിതത്തിൽ സന്തോഷിക്കുമ്പോൾ മൈഥിലിയും അവളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കണമെന്ന ആഗ്രഹം അവനിലുണ്ട്. സച്ചു ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം മൈഥിലിയോട് പ്രണയം എന്നൊരു വികാരം തോന്നിയിട്ടേയില്ല. സച്ചു തന്നെയാണ് അവൻ്റെ പ്രണയം, അവൻ്റെ പാതി. എന്നാലും പുറകെ നടന്ന നാളുകളിൽ അറിഞ്ഞതാണ് മൈഥിലി എന്ന പാവം പെൺകുട്ടിയുടെ നിഷ്കളങ്കത. പാവമാണ്, പഞ്ചപാവം. അതുകൊണ്ട് തന്നെ കിരണെന്ന നഷ്ടം അവളെ വല്ലാതെ ഉലച്ചിട്ടുണ്ടെന്ന് അവനറിയാം. അത് വേണ്ട മോഹിത്ത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ സച്ചു അത്ര കംഫർട്ടല്ല. മനു കുഞ്ഞൊരു ചിരി മുഖത്തേക്ക് എടുത്തണിഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരാട്ടോ മോഹിത്ത്. ഏട്ടൻ ആൽഫിയുടെയും മിഥുൻ്റെയും കൂടെ നിന്നോ, ഞാൻ മൈഥിലിയെ മണ്ഡപത്തിലേക്ക് കയറ്റിയിട്ട് വരാം. സച്ചു ആവേശത്തോടെ മൈഥിലിയുടെ കരം പിടിച്ച് താലമെടുക്കാനായി പോയി. എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട് ആക്കിയ ചിരിയോടെ പറഞ്ഞിട്ട് മോഹിത്തും പോകുമ്പോൾ മനുവിൻ്റെ കണ്ണുകൾ അപ്പോഴും ചുഴിഞ്ഞുകൊണ്ട് സച്ചുവിനെ തന്നെ നോക്കുവാണ്. ഏത് നേരത്താണോ ഇതിനെ എടുത്ത് തലയിൽ വെച്ചത്? ഭർത്താവ് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് മാത്രം ചെയ്യുന്നവൾ ഇവള് മാത്രമേ കാണൂ ഈ ഭൂമിയിൽ. ഓഹ്, എൻ്റെ വിധി. സ്വയം പരിതപിച്ചുകൊണ്ട് മനു ആൽഫിയെയും മിഥുനെയും തപ്പിയിറങ്ങി. നിങ്ങളെ ഞാൻ എവിടെയൊക്കെ തപ്പി, എന്താടാ ഇന്നലെ ആരും വരാതിരുന്നേ? രാത്രി ഇവിടെ ഫുൾ ആഘോഷമായിരുന്നു, വെള്ളത്തിൻ്റെ ഒഴുക്കല്ലായിരുന്നോടാ ഇവിടെ. പുറകിലൂടെ മനുവിൻ്റെ തോളിലേക്ക് കൈയിട്ട് മൂവരോടുമായി കിരൺ പറഞ്ഞു. ഓ, നമ്മളെയൊക്കെ നിനക്കിപ്പോൾ കണ്ണിന് പിടിക്കോ? ആ മോഹിത്തല്ലേ വേണ്ടൂ. ഈ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് എത്ര ദിവസമായിടാ നീ ഓഫീസിൽ വന്നിട്ട്? ഇവനുള്ളത് കൊണ്ട് എല്ലാം കുഴപ്പമില്ലാതെ ഒത്തുപോയി. മനു കെറുവോടെ കിരണിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മിഥുനിൻ്റെ അടുത്തേക്ക് നീങ്ങി. കോഴ്സിന് ശേഷം കിരൺ മനുവിൻ്റെ കൂടെ പഴയ പോസ്റ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മിഥുൻ കൂടി ഇപ്പോൾ മനുവിൻ്റെ ഓഫീസിൽ കയറി. ആൽഫി കോട്ടയത്തുള്ള അവരുടെ ബിസിനസ്സും നോക്കി മേഘ കൊച്ചിൻ്റെ കൂടെ കറങ്ങി അടച്ച് നടക്കുന്നു. മനു റെസ്റ്റിലായതുകൊണ്ട് ഇപ്പോൾ ഓഫീസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കിരണിനാണ്. മോഹിത്തിൻ്റെ സിസ്റ്ററാണ് മൈഥിലി എന്ന ഒറ്റ കാരണത്താൽ ഒരാഴ്ചയായി അവൻ ലീവ് എടുത്ത് അവിടെയാണ്. നാളെ മുതൽ ഞാൻ അവിടെ ഹാജർ വെച്ചോളാം മോനെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. കിരൺ വീണ്ടും മനുവിനെ ചേർത്ത് പിടിച്ചു. ആ പിടിക്കലിൽ തീർന്നു മനുവിൻ്റെ പിണക്കമൊക്കെ. അപ്പോഴാണ് 3 ചേട്ടന്മാരും ചേർന്ന് കല്യാണ പെണ്ണിനെ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നത്. പുറകെ കുഞ്ഞൊരു താലവും പിടിച്ച് പെൺപടകളുടെ കൂടെ സച്ചുവുമുണ്ട്. നിങ്ങളെല്ലാവരും ഒരേ കളർ ഡ്രസ്സാണല്ലോടാ. മൈഥിലിയുടെയും 3 ചേട്ടന്മാരുടെയും ഡ്രസ്സ് നോക്കിയ ശേഷം കിരണിനെ ഒന്നാകെ നോക്കി ആൽഫി. കിടുവല്ലേ? കിരൺ കൈകൊണ്ട് സ്വയം ഒന്ന് കാണിച്ചുകൊണ്ട് മിഥുനെ നോക്കി. ആണാണേ, കല്യാണ പയ്യനേക്കാൾ പവറാണേ. മിഥുൻ നല്ല അസ്സലായി പുച്ഛിച്ചു. അല്ല കിരണേ, സാധാരണ പയ്യൻ്റെയും പെണ്ണിൻ്റെയും പേരൊക്കെ ഫ്ലക്സ് ചെയ്ത് വെക്കില്ലേ ഇവിടെ അതൊന്നും കാണുന്നില്ലല്ലോ. നീ പുറത്ത് പറയാൻ പറ്റാത്ത വല്ല പേരോ മറ്റോ ആണോടാ കല്യാണ ചെക്കനെ? മണ്ഡപത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആൽഫി. എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് നീങ്ങി. ചുറ്റുമിരിക്കുന്നവരെ നോക്കി കൈകൂപ്പി തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് മൈഥിലി. നല്ല അസൽ പേര് തന്നെയാടാ പയ്യന്. കിരൺ വാസുദേവൻ, സൺ ഓഫ് വാസുദേവൻ ആൻഡ് ഗിരിജ, മാലേയം ഹൗസ് നിയർ മഹാദേവ ടെമ്പിൾ, തൃപ്പൂണിത്തറ. കിരണിൻ്റെ വാക്കുകൾ കേൾക്കെ മൂവരും ഞെട്ടലോടെ അവരുടെ പുറകെ നിൽക്കുന്ന കിരണിനെ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ ചിരിയോടെ കിരൺ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കുന്നവരെ നോക്കി ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് അതിവേഗം ഓടിക്കയറി. തുടരും. അപ്പോൾ കെട്ടിക്കണോ അതോ ആങ്ങളമാരുടെ അടികൊണ്ട് അവനെ കൊല്ലണോ? ഇന്നലെ എന്തോരം കമൻ്റായിരുന്നെന്നേ. ഞാനൊരു കുഞ്ഞ് പടക്കം പൊട്ടിച്ചതല്ലേ, മിണ്ടാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ ഞാനതുകൊണ്ട് മിണ്ടിച്ചല്ലോ. എത്ര കമൻസ് ആണെന്നേ, ഇത്രയും ആൾക്കാർ വായിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പാർട്ട് അതിലേറെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ അടുത്ത ഭാഗവുമായി വീണ്ടും വരാം.